കുറച്ചുകാലമായി കേരളത്തെ അലട്ടുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗം ബാധിക്കുന്നത്. രോഗം മൂലം ഈ വർഷം 16 പേരാണ് മരിച്ചത്. 1971 മുതൽ രാജ്യത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗത്തിനെ കുറിച്ച് പഠിക്കാനും രോഗപ്രതിരോധത്തിനും കൃത്യമായ ഏകോപനമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം വരുന്നതെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ കുളിമുറിയിൽ കുളിക്കുന്നവർക്കും രോഗം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പഠനം വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം. വെള്ളത്തിലൂടെ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയാണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത്. കർണപുടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയും ഇത് തലച്ചോറിലേക്ക് കടക്കും. സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജലസമൃദ്ധമായതാണ് രോഗബാധിതർ കൂടാൻ കാരണമെന്നാണ് ഇതുവരെയുള്ള വിശദീകരണം. കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 1.5 ലക്ഷത്തോളം കുളങ്ങളുണ്ട്. രോഗം പടരുന്ന സാഹചര്യത്തിൽ അമീബ ശരീരത്തിലെത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന വിശദ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുളങ്ങളും കിണറുകളും കൃത്യമായ ഇടവേളകളിൽ ശുചീകരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സംസ്ഥാനത്തെ ശുചിമുറി മാലിന്യത്തിൽ 16% മാത്രമേ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മണ്ണിലേക്ക് ഒഴുക്കിവിടുകയാണ്. ബാക്ടീരിയയുള്ള സ്ഥലങ്ങളിൽ അമീബയുടെ സാന്നിധ്യം കൂടും. മാത്രമല്ല, കിണറുകളും മാലിന്യ ടാങ്കുകളും തമ്മിലുള്ള അകലം ഉറപ്പാക്കുന്നതിനുമായി ഇടപെടൽ വേണം.